നമുക്കിന്ന് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? അതിന് നമുക്ക് ആവശ്യം ചെറുപയർ എടുത്ത് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം. കളർ മാറി വരുന്നുണ്ട് ചെറുപയറിൻ്റെ. ഈ കളറായാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം 1 കപ്പ് തേങ്ങയാണ്. ഞാൻ ചെറുപയർ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയും നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. കളർ മാറി വരുന്നുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇനി നമുക്ക് കടല വറുത്തെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നമുക്ക് ആദ്യം ചെറുപയർ ഒന്ന് അടിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് കടല ഇടാം. കടല ഒന്ന് തരിയായിട്ട് അടിച്ചാൽ മതി. അതാണ് ആദ്യം നമ്മൾ കടല ഇടാഞ്ഞത്. നല്ലോണം അടിയേണ്ട ആവശ്യമില്ല. ഇനി കടലയിട്ട് നമ്മൾ അടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിന് നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. അതിനും പകരം നമ്മൾ ഇഷ്ടത്തിന് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈന്തപ്പഴം ചേർക്കാവുന്നതാണ്. ഈന്തപ്പഴം, ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി.